ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കൊച്ചി മറൈൻ ഡ്രൈവിൽ നിന്ന് ഞാൻ കൊച്ചി പോർട്ടിലേക്ക് ഈ വീഡിയോസ് ഞാൻ അങ്ങോട്ട് പോകുന്നുള്ള വീഡിയോസൊന്നും എടുക്കാൻ, ഞാൻ ബസ്സിൽ നടന്നുവാണ് പോയത്. അപ്പോൾ ആ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, ബസ്സിൽ തിരക്കായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ എത്തി. അപ്പം അവിടെ എത്തിയപ്പോഴത്തേക്ക് ടിക്കറ്റ് എടുക്കേണ്ട രീതിയൊന്നും എനിക്കറിയത്തില്ലായിരുന്നു, എങ്ങനെയായിരുന്നു ഒന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ അതിനകത്ത് കയറി. എന്നിട്ട് 2 സെക്ഷൻ ഉണ്ട്. ഒരു സെക്ഷൻ കോൾ ഹൗസ് ആയിരുന്നു. അപ്പോൾ ഞാൻ പോലീസുകാരടുത്ത് ചോദിച്ചാണ്. അപ്പം ഒരു ടിക്കറ്റ് 6 രൂപ കൊടുത്തു. 6 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തു. എന്നിട്ട് അതിന് ശേഷം എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അതും അറിയത്തില്ലായിരുന്നു, ഫസ്റ്റ് ടൈമാണ്. അങ്ങനെ ഞാൻ ടിക്കറ്റെല്ലാം എടുത്തു. ബോട്ടിനകത്ത് കയറിയപ്പം എനിക്ക് വിൻഡോ സീറ്റൊന്നും കിട്ടിയില്ല. സെൻട്രലായിരുന്നു. സെൻട്രലിൽ നിന്നിട്ടുള്ള വീഡിയോസും എടുക്കാനും ഫുള്ള് വെള്ളമുണ്ട്, കിട്ടുന്നില്ല. അങ്ങനെ അവിടെ എത്തിയതിന് ശേഷം ഉള്ള വീഡിയോ, അതായത് എനിക്ക് അതിനകത്ത് ഈ ബെല്ലും കണ്ടക്ടറുകളൊന്നുമില്ല. പോലീസുകാർ ഇപ്പോൾ ഉണ്ട്. പിന്നെ ഈ സേഫ്റ്റിക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളെല്ലാം ബാക്കി വെച്ചിട്ടുണ്ട്, അതെല്ലാം വീടിക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സീറ്റ് കൊണ്ടായിരുന്നു, സൈഡ് സീറ്റ് കിട്ടിയില്ല. അതെല്ലാം സൈഡ് സീറ്റാണ് എനിക്ക് വേണ്ടത്, പക്ഷേ അത് കിട്ടിയില്ല. അങ്ങനെ നമ്മളെ ബസ്സിലാണെങ്കിൽ ടിക്കറ്റ് എടുക്കാൻ ഞാൻ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഞാൻ ടിക്കറ്റ് അതെല്ലാം എടുത്ത് സീറ്റ് അവിടെയെല്ലാം ഇരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ അവിടെ എത്തിയതിന് ശേഷം ആദ്യം ഞാൻ അപ്പുറത്തെ ഒരു സൈഡിൽ പോയിട്ട് അങ്ങോട്ട് പോയപ്പോൾ ഒന്നും കണ്ടില്ല. അപ്പം ഞാൻ ഇങ്ങോട്ട് പിള്ളേർക്ക് ചോദിച്ചപ്പോൾ ഈ സൈഡിലോട്ട് കൊണ്ടുവന്നു. അങ്ങനെ അവിടെ എത്തിയതിന് ശേഷം നടന്ന് ഇപ്പുറത്തെ സൈഡിൽ വന്നു. അപ്പോഴത്തേക്കാണ് ഞങ്ങൾക്ക് വലിയൊരു ജങ്കാറെന്ന് പറയുന്നത്. ജങ്കാറിനകത്ത് ആവശ്യമുള്ള കാറ്, ബൈക്ക്, ആൾക്കാരെ എല്ലാം നിൽക്കുകയാണ്. ഇത് കാറ് ഇറങ്ങുന്നു, ബൈക്ക് ഇറങ്ങുന്നൊക്കെയുള്ള വീഡിയോ. ഇതിൻ്റെ അപ്പുറത്തെ ഈ സൈഡിൽ തന്നെ കാറും ബൈക്കും ക്യൂ നിൽപ്പുണ്ട്. ഇത് കയറ്റി അതിനകത്ത് ഒരുപാട് വണ്ടികൾ നമുക്ക് കാണുമ്പോൾ തോന്നുന്നു ഇതിനകത്ത് ഈ വണ്ടിയെല്ലാം എവിടെ ഇരിക്കുന്നു. ഞാൻ ആലോചിക്കുകയും ചെയ്തു, ഈ വണ്ടി അതിനകത്ത് എങ്ങനെ ഇരിക്കുന്നു. ഇതത്ര അതിനകത്ത് പിന്നെ ഈ ജങ്കാർ അടിക്കുമ്പോൾ കയറ് പിടിച്ച് കെട്ടി. പിന്നെ നമുക്ക് ഇവിടെ ഭാഗങ്ങളിലെല്ലാം ഇരിക്കുകയും ഞാൻ ഇവിടെയെല്ലാം നടന്നു. പിന്നെ മൊത്തം 2 സൈഡുകളിലെല്ലാം കച്ചവടവും ഫുഡും, പിന്നെ സോഡ ലൈമ്, അങ്ങനെ കുറച്ച് ഫുഡ് ഐറ്റംസും, പിന്നെ ഫിഷ് ഉണ്ടല്ലോ അതുമെല്ലാം. പിന്നെ ചില സ്ഥലങ്ങളിൽ പണിയൊക്കെ നടക്കുന്നത്, അതാണ് വാട്ടർ മെട്രോയിൽ ഞാൻ പോയില്ല. ഇതിൽ അത് എനിക്ക് അത് ഇപ്പുറത്തുണ്ടായിരുന്നു. ഞാൻ തിരിച്ച് വന്നതിൽ തന്നെയാണ് തിരിച്ച് പോകാം. നമുക്ക് ഈ ജങ്കാറിൽ കാറ് കൊണ്ടുവന്ന് അതിൽ വേണമെങ്കിൽ നമുക്ക് തിരിച്ച് പോകാം. ഞാൻ ഈ വാട്ടറിലാണ് ഞാൻ തിരിച്ചു പോകുന്നത്. പിന്നെ അതിനകത്ത് ഈ 2 സൈഡും എല്ലാം കടകളാണ്, കംപ്ലീറ്റും കടകളാണ്. നമ്മളവിടെ നിന്ന സമയത്ത് ഈ നേവിയുടെ ഒരു കപ്പൽ, അതായത് എനിക്ക് നേവിയാണെന്ന് തോന്നുന്നു. ആരെങ്കിലും അറിയെങ്കിൽ അത് പറയും എന്താണെന്ന്. എനിക്ക് മനസ്സിലായതാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് നമുക്ക് ഈ ഫ്ലൈറ്റൊക്കെ ഇറങ്ങുന്ന ലാൻഡിങ്ങിൻ്റെ അതിനകത്ത് ആ റൺവേ കണക്കുള്ള സംഭവം അതിൻ്റെ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും, ഇങ്ങനെ പൊങ്ങിയിട്ട്. എനിക്ക് മനസ്സിലായത് അവിടെ എനിക്കൊന്ന് 1-2 പേര് പറയുന്നുണ്ട് അത് നേവിയുടെയാണെന്ന്. പിന്നെ അതിൻ്റെ സൈഡിൽ മൊത്തം ഈ കൊച്ചു കപ്പലും മൊത്തം ഉണ്ട്. അപ്പം സെക്യൂരിറ്റി അത് വയറിൻ്റെ പൈപ്പിൻ്റെ കണക്ഷനായിട്ട് എണ്ണ ലോഡ് ചെയ്യുന്നു, അങ്ങനെ എന്തോ, എനിക്ക് മനസ്സിലായില്ല. പിന്നെ അവിടെയെല്ലാം നടന്നു. പിന്നെ ഞാൻ അവിടെ എത്തിയ സമയത്ത് നല്ല വെയിൽ, മോർണിംഗിലാണ് പോയത്. ഫുള്ള് വെയിലായിരുന്നു. അങ്ങനെ ഫുള്ള് വെയിൽ. ഞാൻ അവിടെ അത്രയും നടന്നു, അങ്ങോട്ടിങ്ങോട്ട് നടന്നു. പിന്നെ തണലുള്ള ഭാഗങ്ങളുണ്ട്, ആ പച്ച മരങ്ങളിങ്ങനെ 2 സൈഡിൽ നിന്നും പിടിച്ച്, അത് കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ ഞാൻ വെള്ളത്തിലോട്ട് ജസ്റ്റ് ഇറങ്ങിയൊന്നുമില്ല. ഷൂ ഇട്ടുകൊണ്ട് ഞാൻ അങ്ങനെ ഇറങ്ങിയൊന്നുമില്ല. പിന്നെ ആവശ്യമുള്ള കൊച്ചു ബോട്ടും കപ്പലും അതെല്ലാം ഞാൻ വീഡിയോക്കകത്ത് മാക്സിമം ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്, വീഡിയോ ലെങ്താക്കണ്ടെന്ന് വെച്ചിട്ട്. പിന്നെ ഇന്നലെ ഇട്ട വീഡിയോസ് എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ പിന്നെ ഞാൻ അങ്ങോട്ട് ജസ്റ്റ് അവിടെ ഇരുന്ന് ഏറ്റവും അവസാനം ഇനി അങ്ങോട്ട് വഴിയില്ല. അങ്ങനെ ഇത് അങ്ങനെ കാഴ്ചകളെല്ലാം ഫോണിൽ പകർത്തിയതിന് ശേഷം ഞാനങ്ങനെ തിരിച്ച് നമ്മൾ മറൈൻ ഡ്രൈവിലേക്ക് ഞാൻ ടിക്കറ്റ് അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് സാറ് പറഞ്ഞ് കയറിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ഒരു പോലീസുകാരൻ വന്ന് ടിക്കറ്റ്
വന്നെടുത്തു. അതിനുശേഷം എനിക്ക് സൈഡ് സീറ്റ് കിട്ടിയായിരുന്നു. അതിനുവേണ്ടി തിരിച്ച് കൊച്ചു ബോട്ടുകളൊക്കെ പോകുന്നുണ്ട്. പിന്നെ വാട്ടർ മെട്രോ ഒക്കെ പോകുന്നുണ്ടായിരുന്നു. 3 റോ ആയിട്ടായിരുന്നു സീറ്റ്. അപ്പം ഞാൻ ഫസ്റ്റ് റോയിലിരുന്നു. എനിക്ക് വിൻഡോ സീറ്റ് കിട്ടി. ഈ പോകുന്ന സമയത്തുള്ള കാഴ്ചകളും നല്ല രസമായിരുന്നു. അതായത് വെള്ളത്തിൻ്റെ ശബ്ദവും കാറ്റും ഒക്കെ. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫ്ലാറ്റും ബിൽഡിങ്ങുകളും എല്ലാം കാണാൻ പറ്റും. പിന്നെ ബോട്ടിനകത്ത് കുറച്ച് മ്യൂസിക്കൊക്കെ ഉണ്ട്. അതെല്ലാം ഞാൻ ഓഫ് ചെയ്തു. ഏറ്റവും അവസാനം ഞാൻ തിരിച്ച് മറൈൻ ഡ്രൈവിലെത്തി. പുതിയ വീഡിയോയുമായി കാണാം. ഓക്കെ, ബൈ.